ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ S&P 500 അതുപോലെ തന്നെ നാസ്ഡാക്കൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് സ്റ്റോക്കുകളും ആപ്പിളും ആണ് ഇന്നലെ റാലി ചെയ്തിട്ടുള്ളത്. ആപ്പിൾ അവരുടെ പുതിയ പുതിയ പ്രൊഡക്റ്റുകളിലെല്ലാം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടി കൊണ്ടുവരികയാണ്. ചാറ്റ് GPT ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഒപ്പം സീരി വലിയ രീതിയിൽ റിനോവേറ്റ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ആപ്പിളിൻ്റെ പുതിയ ഫോണുകൾ വരുന്നത് iPhone 15 Pro മുതലുള്ള ഫോണുകളിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ അവൈലബിൾ ആവുക. പുതിയ ഫോണുകൾ വരുന്നതെല്ലാം തന്നെ AI ടൂളുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫോണുകളായിരിക്കും. അതുപോലെ തന്നെ അവരുടെ മറ്റു പ്രോഡക്റ്റുകളെല്ലാം തന്നെ AI ടൂളുകളുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഇന്നലെ ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.15 ട്രില്യൺ ആയിട്ട് കൂടിയിരിക്കുകയാണ്. ഒപ്പം ബ്രോഡ്കോം അതുപോലെ തന്നെ ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികൾ പലതും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തുള്ള എല്ലാ കമ്പനികളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇനി നമുക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ പ്രൊഡക്റ്റ് ആപ്പിൾ എന്നാണ് ലോഞ്ച് ചെയ്യുന്നുള്ള പറഞ്ഞിട്ടില്ല. ഇനി വരുന്ന ഫോണുകൾ iPhone 15 Pro മുതലുള്ള ഫോണുകളിൽ നമുക്ക് സീരീനെ ചാറ്റ് GPT ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വോയിസ് നമ്മൾ ടെലിഫോൺ ടോക്കൊക്കെ കുറേ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്ത് കിട്ടുന്ന ഫീച്ചറുകൾ വരുന്നുണ്ട്. ധാരാളം പുതിയ ഫീച്ചേഴ്സും കൊണ്ടാണ് വരുന്നത്. അതായത് നമ്മുടെ പബ്ലിക്കിന് എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ, ജനറേറ്റീവ് AI ടൂളുകൾ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ തക്കത്തിലുള്ള ഒരു ഫെസിലിറ്റിയും കൂടിയായിട്ടാണ് ആപ്പിളിൻ്റെ പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് ആപ്പിൾ വീണ്ടും നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ NRI ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ മറ്റ് ഇൻവെസ്റ്റേഴ്സ് ആപ്പിളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആപ്പിളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ല റിട്ടേൺ നൽകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. കാരണം iPhone 15 Pro മുതലുള്ള ഫോണുകളിലാണ് AI ടൂളുകൾ വരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിന് താഴെയുള്ള വേർഷൻ ഫോണുകളെല്ലാം തന്നെ റീപ്ലേസ് ചെയ്താൽ മാത്രമാണ് AI ടൂളുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം മിക്കവാറും എല്ലാവരും പുതിയ ഫോണുകൾ വാങ്ങും. അതിനനുസരിച്ച് സെയിൽസും കൂടാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. വളരെ വലിയ ഇന്നോവേഷൻസ് ആണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ മറ്റ് AI റിലേറ്റഡ് ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകൾ ബ്രോഡ്കോം ഒക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ഒറാക്കിൾ Q1 റിസൾട്ട് വന്ന് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. പക്ഷേ ഒറാക്കിൾ ഗൂഗിളും OpenAI ആയിട്ട് ടൈപ്പ് ആയിരിക്കുകയാണ്. ധാരാളം ഡാറ്റാ സെൻറ്റേഴ്സാണ് ഒറാക്കിൾ ഗൂഗിളിനും OpenAIക്കും ഒക്കെ നിർമ്മിക്കാൻ പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ക്ലൗഡ് ഡാറ്റാ സെൻറ്റേഴ്സാണ് ഒറാക്കിൾ കൂടുതലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒറാക്കിളിനെ സംബന്ധിച്ചും പോസിറ്റീവ് ന്യൂസാണ്. ഒറാക്കിൾ ആഫ്റ്റർ അവേഴ്സ് ട്രേഡിങ്ങിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ നമ്മുടെ ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസിനും അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ തന്നെ ഒരു സ്ട്രോങ് പിക്കായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇന്ന് അമേരിക്കയിൽ വരാൻ പോകുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയുണ്ട്. അതുപോലെ തന്നെ US ഫെഡിൻ്റെ ഡിസിഷൻ ഉണ്ട്. ഈ US ഫെഡിൻ്റെ ഡിസിഷൻ തന്നെയാണ് മാർക്കറ്റിലൊരു ഇൻഡിക്കേറ്റർ. എന്നാണ് US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ പോകുന്നുള്ളൊരു ഒരു ഇൻഡിക്കേഷനൊക്കെ ഒരു പക്ഷേ US ഫെഡിൻ്റെ മീറ്റിങ്ങിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് കിട്ടിയേക്കാം. അതിനനുസരിച്ച് മാർക്കറ്റൊക്കെ റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നലെ മൈക്രോസോഫ്റ്റും പുതിയ റെക്കോർഡ് ഹൈ തന്നെയാണ് അമേരിക്കയിൽ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ഒപ്പം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ മെജോറിറ്റി വീക്കായിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികൾ ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ഇന്ന് ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ്. കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ബ്രന്റ് ക്രൂഡ് ഓയിൽ മാത്രമാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്.
ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരാൻ പോകുന്നുണ്ട്. മെയ് മാസത്തെ ഏപ്രിലിൽ 4.83 ആയിരുന്നു. അതിനേക്കാളും താഴെ ആയിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അങ്ങനെ വരുമ്പോൾ അത് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നൽകാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ യൂണിയൻ ബാങ്ക് 6,000 കോടി രൂപ വരെ ഫോളോ ഓൺ പബ്ലിക് ഇഷ്യൂ നടത്താനുള്ള തീരുമാനത്തിലാണ്. ഒപ്പം HCL ടെക്കിന് ഹ്യൂജ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ജർമ്മനിയിൽ ആപ്പോ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കിൻ്റെ 7.5 ഇയേഴ്സിനുള്ള ഓർഡറാണ്. $278 മില്യൺ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് നല്ല പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജി കമ്പനിയാണ് HCL ടെക്. അതുപോലെ തന്നെ വിപ്രോ ലാബ് 45 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ AI പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിപ്രോ എംപ്ലോയീസിനും ക്ലയൻസിനൊക്കെ AI റിലേറ്റഡ് ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യാൻ പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ TCSും പുതിയ പ്ലാറ്റ്ഫോം വിസ്ഡം നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ TCS US ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ യൂസ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സെൻറ്ററും കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. TCSനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. L&T വലിയ രീതിയിലുള്ള CapEx ആണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം പുതിയ ഗവൺമെൻറ് വന്നു, വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വരും. തീർച്ചയായിട്ടും L&Tനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കാമിലിൻ ഫൈൻ കെമ്മിൻ്റെ സബ്സിഡിയറി ഉണ്ട് മെക്സിക്കോയിൽ. അവർ ബെൽജിയത്തിലൊരു കമ്പനിയും കൂടി അക്വയർ ചെയ്തിരിക്കുകയാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് 5 വർഷത്തെ അഗ്രിമെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ബെൻസ് കമ്പനിയായിട്ടാണ് സിംഗപ്പൂരിൽ സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഓട്ടോ പാർട്സിന് വേണ്ടിയിട്ട്. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നമ്മുടെ തന്നെ സ്ട്രോങ് പിക്കുകളിലൊന്നും കൂടിയാണ്. BL കശ്യപ് ആൻഡ് സൺസിന് 1,021 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഓർഡർ ബുക്ക് ഇപ്പോൾ 3,545 കോടിയായിരിക്കുകയാണ്. DLF സിറ്റിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇത് പോസിറ്റീവ് ന്യൂസാണ് BL കശ്യപിനെ സംബന്ധിച്ച്. നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകളാണ്. ടെക്നോളജി സ്റ്റോക്കുകൾ ലോവർ ലെവലിൽ നിന്ന് മുന്നേറാനാണ് ചാൻസസ് കൂടുതൽ. പ്രത്യേകിച്ച് ഒറാക്കിൾ, അതുപോലെ തന്നെ വിപ്രോ, TCS, HCL ടെക്, ഈ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം മറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്, ഇൻഫ്ലേഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നാളെയാണ് ഇമ്പാക്റ്റ് കിട്ടാൻ പോകുന്നത്. ഇൻഫ്ലേഷൻ ഡാറ്റ മോർണിംഗിൽ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ട്രേഡിങ്ങിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ വന്നേക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം വരാൻ പോകുന്ന US ഫെഡിൻ്റെ ഡിസിഷനും കൂടി മാർക്കറ്റിന് ഇമ്പാക്റ്റ് ചെയ്യും. ഒപ്പം ചൈനയിൽ നിന്ന് വരുന്ന ന്യൂസുകളെല്ലാം തന്നെ ചൈനീസ് മാർക്കറ്റുകൾ വലിയ രീതിയിൽ മുന്നേറാത്ത കാരണം ഹെഡ്ജ് ഫണ്ടുകളുടെ ആക്ടിവിറ്റീസൊക്കെ ചൈനീസ് റെഗുലേറ്റർ ബാൻ ചെയ്യാൻ പോകുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം എക്കണോമി പ്രോപ്പപ്പ് മെഷേഴ്സ് എടുത്തിട്ടും ചൈനീസ് മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നില്ല. ഹെഡ്ജ് ഫണ്ടുകളാണ് ഇതിന് കാരണക്കാർ. വലിയ രീതിയിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തുന്നുള്ളൊരു തിരിച്ചറിവാണ് ചൈനീസ് റെഗുലേറ്റർ ഇത്തരത്തിൽ ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനമായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ചൈനീസ് മാർക്കറ്റിൽ ഉണ്ടായേക്കാം. ഒരുപക്ഷെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കാണാനാണ് ഇത്തരത്തിൽ ഡിസിഷൻ വരുമ്പോൾ സാധ്യതകൾ കൂടുതൽ. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസുകൾ. നമ്മൾ നമ്മുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും ഒരു സജഷൻ പറയുകയാണ്. കാരണം ഇനി വരാൻ പോകുന്ന കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് രംഗത്തുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനനുസരിച്ച് നിങ്ങളുടെ നോളജ് ലെവൽ ഇൻക്രീസ് ചെയ്യണം, സോഫ്റ്റ് സ്കില്ല് നോളജ് ഇൻക്രീസ് ചെയ്യണം, അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റ് നോളജുകളും ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം AI പ്രൊഡക്റ്റുകൾ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് റീഡ് ചെയ്യേണ്ട, അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടും. നമ്മുടെ മെൻ്റൽ പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ സബ്ജക്റ്റ് നോളജ് ഇല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റുകളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടുകൾ നമുക്ക് വിവേചന അധികാരത്തോടു കൂടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സോഫ്റ്റ് സ്കില്ല് ഇൻക്രീസ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റ് ബേസ്ഡ് നോളജ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.